നമസ്കാരം. ഇന്നത്തെ റെസിപ്പി അമ്മയുടെ ഒരു സിഗ്നേച്ചർ ഡിഷാണ് കേട്ടോ, കൈമുറുക്ക്. അത് അമ്മ ഉണ്ടാക്കുന്നത് കാണാൻ തന്നെ നല്ല രസമാണ്, കഴിക്കാൻ പിന്നെ പറയുകയും വേണ്ട കേട്ടോ, അത്രയും ടേസ്റ്റാണ്. ഞങ്ങളുടെ ഫ്രണ്ട്സിലും റിലേറ്റീവ്സിൻ്റെ ഇടയിലൊക്കെ അമ്മയുടെ കൈമുറുക്ക് ഒരു ഫേമസ് ഡിഷ് തന്നെയാണ്. അമ്മയെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് യു കേട്ടോ. ഇനിയും ഇതുപോലെ തന്നെ സപ്പോർട്ട് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇനി നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. മുറുക്കുണ്ടാക്കാനായിട്ട് ഒരു 3 കപ്പ് പച്ചരി വെള്ളത്തിലിട്ട് അത് കുതിർക്കണം. എന്നിട്ട് എങ്ങനെയാണ് പൊടിച്ചെടുക്കേണ്ടത്? കുതിർത്തിയിട്ട് മിക്സിയിൽ നൈസായിട്ട് പൊടിക്കണം. എന്നിട്ട് അതിൽ വെള്ളം ഒഴിച്ചു ഇതിനെ ഒരു 2 മണിക്കൂർ നേരം കുതിർത്താൻ വയ്ക്കുക. ഇതെന്താ പരിപാടി? വെള്ളത്തിലിട്ട് അരി വാരിയിട്ട് ഒന്ന് ഓട്ടപാത്രത്തിൽ വാരി വെച്ചു. അത് കഴിഞ്ഞിട്ട് അതിനെ ഒന്ന് ഇതുമാതിരി ഒരു തുണിയിൽ പരത്തി ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് അതിനെ വാരി എടുക്കുകയാണ്. എത്ര മണിക്കൂർ വെള്ളത്തിലിട്ടു? 1.5 മണിക്കൂർ ഇട്ടു. ഓക്കെ. ഇതിനി പൊടിക്കാൻ പോവാ? ഇനി അതിനെ വാരി പൊടിക്കാൻ പോവാണ് കേട്ടോ. ഇനിയിപ്പം നമ്മൾ എന്താ ചെയ്യണേ? ഇനി കുറച്ച് ഉഴുന്ന് വറുത്തെടുക്കുകയാണ് കേട്ടോ. അതിന് പൊടിയാണ് അളവെടുക്കേണ്ടത്, അതുകൊണ്ട് വറുക്കാൻ എടുക്കണ ഉഴുന്നിന് അളവില്ല. ഇപ്പം 1 കപ്പ് എടുത്തിട്ടുണ്ട്, ഇത്ര വേണ്ടെന്ന് അല്ലേ? 1 കപ്പ് എടുത്തിട്ടുണ്ട്. ഇത് പൊടിച്ച് നൈസ് പൊടിയായിരിക്കണം, തരി ഉണ്ടാവാൻ പാടില്ല. നല്ലോണം ചോക്കണേ വറക്കണോ? ഒരുവിധം ഇല്ല, കുറച്ച് ടൈം എടുക്കുന്നു അല്ലേ? ഇത് വലിയ ഉഴുന്നായതുകൊണ്ട് കുറച്ച് ചോക്കണം. നല്ല മണം വരും അല്ലേ? നല്ല മണവും വരും, ഉഴുന്ന് വറുത്ത മണം നന്നായിട്ട് വരും. ഏകദേശം ആയി തുടങ്ങി ഒരു ചെറിയ മണമൊക്കെ വരുന്നുണ്ട്. ഒരു കുറച്ച് നേരം കൂടെ ആവണം. ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യുന്നതാണ് നല്ലതല്ലേ? ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരുവിധം ചോപ്പ് കളറാവണം. മാറ്റാറായോ പാത്രത്തിലേക്ക്? ഓഫ് ചെയ്തു. ഇതിനെ ഇതിനെ കൂട്ടുകയാണ്. ചൂടാറിയിട്ട് പൊടിക്കാം. ചൂടാറിട്ട് നൈസായി പൊടിക്കുക. നല്ലോണം നൈസാവണം, തരി ഉണ്ടാവാൻ പാടില്ല. തരി ഉണ്ടെങ്കിൽ എണ്ണയിലിട്ടാൽ പൊട്ടിത്തെറിക്കും. ഇനി മുറുക്കുണ്ടാക്കാൻ പോവാ. മുറുക്കുണ്ടാക്കാൻ പോകണം. എത്ര പൊടി ഇടുന്ന? ഇതിൽ 1 2 ഇങ്ങനെ ഇതിന് 8 കപ്പ് ഉണ്ട് ഇതിൽ. ഓക്കെ, 8 കപ്പ് അരിപ്പൊടിയാ? ഈ കപ്പിന് 8 കപ്പ് അരിപ്പൊടി ഉണ്ട്. നിങ്ങൾ ഏത് പാത്രം എടുക്കണോ ആ പാത്രത്തിന് ആണ് അളവ്. അപ്പോൾ ഇതിൽ 8 കപ്പുണ്ട്. ഇനി ഞാൻ ഇതിൽ ഉഴുന്നപ്പൊടി ഇടുകയാണ്. വറുത്ത് പൊടിച്ച ഫൈനായിട്ട് വറുത്ത് പൊടിച്ച് പൊടിയാക്കി നല്ലവണ്ണം പട്ടുപോലെ ചലിച്ച ഉഴുന്നപ്പൊടിയാണ്. ഞാൻ 1 കപ്പ് ഉഴുന്നപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇതിന് ഉപ്പ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട്, ഉപ്പ് പാകത്തിന് കേട്ടോ. രണ്ട് സ്പൂൺ ഇട്ടിട്ടുണ്ട്. ഇനി നല്ലോണം മിക്സ് ചെയ്തിട്ട് കഴിഞ്ഞ് വെള്ളം ഒഴിച്ച് കുഴയ്ക്കണം. എങ്ങനെയാണ് അതിൻ്റെ പരുവം വേണ്ടത് കുഴയ്ക്കുമ്പോൾ? കുഴച്ച് ഒരുവിധം ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കണ പോലെ, ഒരുപാട് വെള്ളം ആവണ്ട. ഒരു 1/2 സ്പൂൺ ജീരകം ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് വെള്ളം.
ബട്ടർ എപ്പോഴും ഇടുക? ബട്ടർ ഇതാപ്പിടാം. കുറച്ച് വെണ്ണ ഇട്ടിട്ടുണ്ട്. കുഴച്ച് റെസ്റ്റ് ചെയ്യാൻ വെക്കണോ? ആ വേണ്ട, അങ്ങനെ കുഴച്ചിട്ട് പരത്താം. ഒരു 5 മിനിറ്റ് വെച്ചാൽ മതി. 5 മിനിറ്റോ 10 മിനിറ്റോ. കായപ്പൊടി കൂടി ചേർക്കുന്നുണ്ട്. നന്നായി കുഴച്ച് ഒരു 10 മിനിറ്റ് വയ്ക്കാം. ഇതാ അങ്ങനെ നന്നായി കുഴച്ചിട്ട് ഒരു 10 മിനിറ്റ് വയ്ക്കാം. ഒരു ഇതായിട്ടുണ്ട്. എന്നിട്ട് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. 10 മിനിറ്റ് ആയോ? ഞാൻ എൻ്റെ കയ്യിൽ കുറച്ച് എണ്ണ ആക്കുന്നുണ്ട്. വെളിച്ചെണ്ണയാ? വെളിച്ചെണ്ണ ഒരു പാത്രത്തിൽ കുറച്ചെടുത്തിട്ട് ആദ്യം ഞാൻ മാമിമാരുടെ കയ്യിൽ നിന്നാണിത് പഠിച്ചത്. അപ്പോൾ അവരാദ്യം വിഘ്നേശ്വരനൊരു ഉണ്ട വെച്ചിട്ട് അതിന്ന് ഒരു കുങ്കുമം തൊടും. ഗർഭിണികൾക്കൊക്കെ ഇത്ര കൊണ്ടുപോകാൻ വേണ്ടി ഉണ്ടാക്കുമ്പോഴാണ് ഇത് ശീലിച്ചിരിക്കുന്നത്. അങ്ങനെ ഞാൻ പഠിച്ചതാണ് കേട്ടോ. സീമന്തത്തിനല്ലേ? ആ, സീമന്തത്തിന്. കൈകൊണ്ട് ഇനി സാവധാനത്തിൽ ചുറ്റുക. നിങ്ങൾക്ക് എത്ര ചുറ്റ് വേണം എന്നുണ്ട്. 5 ആയാലും 3 ആയാലും 7 ആയാലും. ഞാനിവിടെ 4 ഉണ്ടാക്കണം കേട്ടോ. ഇനിയും പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് കൂട്ടി കൊടുക്കുക. ഞാനിത് കുറേ നേരം ട്രൈ ചെയ്തിട്ടു, എനിക്ക് കിട്ടിയില്ല. അമ്മൂന് കിട്ടും കുറേശ്ശെ. ഇത് എത്ര വരി വേണമെങ്കിലും ഉണ്ടാക്കാം കേട്ടോ. സീമന്തത്തിനൊക്കെ കൊടുക്കുമ്പോൾ 7 വരി 5 വരി എന്ന് അവർക്ക് കണക്കുണ്ട്. 11, 21 നോക്കാം. നമുക്ക് വീട്ടാവശ്യത്തിനായതുകൊണ്ട് ചെറുതായിട്ട് ഉണ്ടാക്കുകയാണ്. എണ്ണ കയ്യിലാക്കിയിട്ട് വേണം, ഇല്ലെങ്കിൽ അത് പൊട്ടിയിട്ട് ചുറ്റിയാൽ വരില്ല. ഉണ്ടാക്കി കഴിഞ്ഞോ? ഒരുവിധം കഴിഞ്ഞു. ഇനി നമുക്കിതിനെ എണ്ണയിലിടാം. അതിന് ഒരു ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ വയ്ക്കാം. ഇനി നമ്മൾ എണ്ണയിലിടുകയാണ്. ചൂടായി എണ്ണയിലേക്ക് ഞാനിതിനെ ഇടുകയാണ്.
നല്ല ഫ്ലെയിമിലാണ് എണ്ണയിലിടേണ്ടത്. ഹൈ ഫ്ലെയിമിലാണ്. ഹൈ ഫ്ലെയിമിൽ എണ്ണ ഇട്ടിട്ട് ഒരു കുറച്ച് നേരം കഴിഞ്ഞാൽ കുറച്ച് താഴ്ത്താം. എന്തെണ്ണയാ? വെളിച്ചെണ്ണ ഉപയോഗിക്കാം. എല്ലാ റിഫൈൻഡ് ഓയിലും കുഴപ്പമില്ല. വെളിച്ചെണ്ണയാകുമ്പോൾ 5-6 ദിവസം ഇരിക്കുമ്പോഴേക്കും ചിക്ക ഒരുമാതിരി മണം വരും, കറക്കുന്ന ടേസ്റ്റ് വരും അല്ലേ? അതെ. ഇതാവുമ്പോൾ കുഴപ്പമില്ല. അരിയും വെറും മറിച്ചിട്ട് കൊടുക്കുക. അപ്പം നല്ലോണം തിളയ്ക്കുന്നില്ലേ, ഈ തിള നിന്നാലാണ് വെന്തോ എന്ന് മനസ്സിലാക്കണം. നമുക്ക് ഇതിൻ്റെ തിള നിൽക്കണം. തിള നിൽക്കാറായിട്ടുണ്ട്. ഇതാവാറായി. തിള നല്ലോണം നിൽക്കണം, എന്നിട്ട് എടുക്കാം. എടുക്കണം കേട്ടോ. എണ്ണ വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ കോലിലെടുക്കുന്നത്. ഇനി നമുക്ക് ഇങ്ങനെ എല്ലാത്തിനെയും ഉണ്ടാക്കി എടുത്ത് നോക്കാം. മുറുക്ക് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കൂ. എല്ലാവരും കഴിച്ചു നോക്കിയാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഓക്കെ, ബൈ. ഒരിക്കൽ കൂടി നമസ്കാരം.